ഞാനൊരു 6 മാസം ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടാൻ തുടങ്ങിയിട്ട് അതുപോലെ യൂട്യൂബിൽ ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് ഒരു 2 മാസമായി. അപ്പോൾ എനിക്ക് എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ വരുന്നൊരു DM ആണ്, ഒരു ബിഗിനറായിട്ടും എങ്ങനെയാണ് നല്ല ക്വാളിറ്റി ആയിട്ട് വീഡിയോസൊക്കെ വരുന്നതെന്ന്. വീഡിയോസ് നല്ലതാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അതിനാദ്യം തന്നെ ഒരു താങ്ക്സ്. എൻ്റെ വീഡിയോസ് ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. പക്ഷേ ഞാൻ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൂൾസ് ഒന്നും യൂസ് ചെയ്യാറില്ല. എൻ്റെ കയ്യിൽ വളരെ സാധാരണ ബേസിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണുള്ളത്. കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ യൂസ് ചെയ്തോന്നേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ അതാണ്. ഒരു ബിഗിനറായിട്ടുള്ള നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ റീൽ ഇടാനാണെങ്കിലും ബിഗിനർ കോണ്ടന്റ് ക്രിയേറ്ററിന് ആവശ്യമുള്ള ടൂൾസും കാര്യങ്ങളും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. സോ വെൽക്കം ബാക്ക്, ഐ ആം അശ്വതി യശസ്. അപ്പോൾ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ആദ്യം തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ഫോൺ. നിങ്ങളുടെ ഫോൺ, അത് നമുക്ക് ഇന്ന ഫോൺ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് ഫോണാണെങ്കിലും വർക്ക്സ് വെൽ. എൻ്റെ ഫോണ് iPhone 13 ആണ്. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വാങ്ങിയ ഫോണല്ല, എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഫോൺ തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ബാക്ക് ക്യാമറയിലാണ് എടുക്കുന്നത്, ഫ്രണ്ട് ക്യാമറയിലല്ല എടുക്കുന്നത്. ഇതും എനിക്ക് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഫ്രണ്ട് ക്യാമറയിൽ ഓഫ് കോഴ്സ് കുറച്ച് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ബാക്ക് ക്യാമറയിലാണ് എടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വ്യത്യാസവും വരാറുണ്ട്. പിന്നെ എങ്ങനെയാണ് ബാക്ക് ക്യാമറയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കിത് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരിതുണ്ടാവും. അത് ശരിയാണ്, ആദ്യം അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷെ നമ്മൾ കുറച്ച് എടുത്തു കഴിയുമ്പോഴേക്കും പിന്നെ നമുക്കറിയാം എങ്ങനെയായിരിക്കും, നമ്മൾ എങ്ങനെ സംസാരിക്കുമ്പം എങ്ങനെയാണത് ക്യാമറയിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഒരു ഐഡിയ കിട്ടും, കുറച്ച് പ്രാക്ടീസ് ആകുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റാർട്ടിങ്ങിൽ അത് പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ ഒരു മിറർ അങ്ങനെ എങ്ങാനും വെക്കാം. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഭയങ്കര വലിയ കാര്യത്തിലൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. കുറേ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് ഈ സ്റ്റോറേജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പം കട്ടായിപ്പോവും, അത് അറിയാൻ പറ്റില്ല. പിന്നെ കോൾ വരികയാണെങ്കിൽ കട്ടായിപ്പോവും. പിന്നെ ചാർജ് തീർന്ന് ഓഫായി പോകാറുണ്ട് ചിലപ്പോൾ ഫോണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ മിറർ വെക്കാവുന്നതാണ്. യെസ് ഗൈസ്, അപ്പോൾ ഇത് ഫ്രണ്ട് ക്യാമറയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആ ഒരു ഡിഫറൻസ്, ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയുടെ ഡിഫറൻസ്. ഇപ്പോൾ ഇനി മൊബൈൽ പറഞ്ഞതുകൊണ്ട് തന്നെ അടുത്തത് നമുക്ക് ട്രൈപോഡാണ്. അപ്പം ഞാനിപ്പോൾ ട്രൈപോഡ് പിടിച്ചിട്ടില്ല, ഞാനിപ്പോൾ കയ്യിലാണ് പിടിച്ചേക്കുന്നത്. ട്രൈപോഡ് കാണിച്ചു തരാം. ട്രൈപോഡ് വേണോ വേണ്ടേ എന്നുള്ളതൊരു ഡൗട്ടാണ്. അത് ഞാൻ ഉറപ്പായിട്ടും ട്രൈപോഡ് സജസ്റ്റ് ചെയ്യും. നിങ്ങൾ ഈ ട്രാവൽ വ്ളോഗ്, പുറത്തൊക്കെ പോയിട്ട് വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ട്രൈപോഡല്ല, നിങ്ങൾ വേറെ ട്രൈപോഡ് നോക്കേണ്ടി വരും. കാരണം കുറച്ചുകൂടെ പോർട്ടബിൾ ആയിട്ടുള്ള ട്രൈപോഡൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോസൊക്കെ ആണെങ്കിൽ ട്രൈപോഡ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ട്രൈപോഡ്. സാധാരണ ബേസിക് ട്രൈപോഡാണ്, ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നല്ല സ്റ്റേബിളൊക്കെയാണ്. ഹൈറ്റ് ഏകദേശം എൻ്റെ ഒരു തോളിൻ്റെ ലെവൽ വരെയാണ് ഹൈറ്റ് ഉള്ളത്. എല്ലാ ബക്കിൾസും ഓപ്പൺ ചെയ്ത് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചു വെച്ചാൽ കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടും. പക്ഷെ അത് അത്ര സ്റ്റേബിൾ അല്ല, ചിലപ്പോൾ ഒന്നും നമ്മൾ തട്ടുമ്പോഴൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷനിൽ എൻ്റെ തോൾ വരെയാണ്. പക്ഷെ അത് കുഴപ്പമില്ല, കാരണം നമ്മൾ അത്രയും അടുത്തിരുന്നിട്ടല്ലല്ലോ വീഡിയോ എടുക്കുന്നത്, കുറച്ച് ദൂരം നിന്നല്ലേ എടുക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ബക്കിൾസൊക്കെ നല്ല സ്ട്രോങ് ആണ്, എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ ട്രൈപോഡ് ആമസോണിൽ നിന്ന് ഞാൻ ഇത് വാങ്ങിയത് ഒരു 6 വർഷം മുന്നേ ആണ്. അന്ന് എൻ്റെ അനിയന് ഒരു ക്യാമറയുണ്ട്. അപ്പോൾ അവന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രൈപോഡ് വാങ്ങിയത്. അന്നും ഈ സെയിം പ്രൈസിന് തന്നെയാണ് ഉണ്ടായിരുന്നത്, ഇന്നും ആ സെയിം പ്രൈസ് തന്നെയാണ്. 699 ആണ് കിടക്കുന്നത്. പിന്നെ എനിക്ക് ഇത്രയും വർഷമായിട്ടും ഇതിനകത്ത് എനിക്ക് ഡാമേജ് ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ഇപ്പോൾ ഈ ബക്കിൾസ് ആണെങ്കിലും ഈ സ്റ്റാൻഡ് ആണെങ്കിലും ഒന്നും ഡാമേജ് വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, സ്ട്രെങ്ത് ഒരു ആവറേജ് സ്ട്രെങ്ത് ആണ്. ഭയങ്കര സ്ട്രെങ്ത് എന്നൊന്നും പറയാനില്ല. നമ്മൾ ജസ്റ്റ് തട്ടുമ്പോഴൊക്കെ പോവുകയൊക്കെ ചെയ്യും, അതുകൊണ്ട് തട്ടാതിരിക്കുക. പിന്നെ ഇതിലും കട്ടിയുള്ള ട്രൈപോഡ്സ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സ്ട്രെങ്ത് എന്ന് പറയാനില്ല. പക്ഷെ ബിഗിനേഴ്സിന് ഇത് മോർ ദാൻ ഇനഫ്, അത്രയും സൗകര്യമുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിനകത്ത് അന്ന് വാങ്ങിയ സമയത്ത് ഇതിൻ്റെ മൊബൈൽ ഹോൾഡർ ഉണ്ടായിരുന്നു. പക്ഷെ ആ മൊബൈൽ ഹോൾഡർ പിന്നെ അത് മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് വേറൊരു മൊബൈൽ ഹോൾഡർ ഞാൻ വാങ്ങി. ഈ മൊബൈൽ ഹോൾഡർ ഇത് 2 തരത്തിലുള്ള മൊബൈൽ. അതായത് നമുക്ക് വെർട്ടിക്കലായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിലും ഹൊറിസോണ്ടലായിട്ട് യൂട്യൂബിലേക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ ഹോൾ ഇവിടെയാണെങ്കിൽ ഇതിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് വെർട്ടിക്കലായിട്ട് ഫോട്ടോസ് എടുക്കാം. ഇപ്പോൾ വെർട്ടിക്കലായിട്ട് നമുക്ക് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഫോൺ ഇതിനകത്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം, നമുക്ക് ഇങ്ങനെ വെക്കാം. പിന്നെ ഇപ്പോൾ ഇത് വെർട്ടിക്കലായിട്ട് വെക്കാനായിട്ട് ഇങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ
ഇത് രണ്ടും ഉള്ളത് വാങ്ങിക്കുക. വേർട്ടിക്കൽ മാത്രമുള്ള മൊബൈൽ ഹോൾഡേഴ്സ് ഉണ്ട്, അപ്പോൾ അത് വാങ്ങിക്കരുത്, അത് മിസ്സായി. കാരണം നിങ്ങൾ വെർട്ടിക്കൽ വീഡിയോസ് മാത്രം എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ ഇതും കൂടെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇത് ശ്രദ്ധിക്കുക, വിട്ടുപോകണ്ട. ഇത് ഞാൻ വാങ്ങിയതും ആമസോണിൽ നിന്നാണ്. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ 120 or 140 എന്തായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ക്യാമറ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകാം, ലൈറ്റിംഗ്. ട്രസ്റ്റ് മീ ഗൈസ്, മൊബൈലിൻ്റെ ക്ലാരിറ്റിയോ അതൊന്നുമല്ല നിങ്ങളുടെ വീഡിയോനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, ഇറ്റ്സ് ദി ലൈറ്റിംഗ്. എങ്ങനെയാണ് നിങ്ങൾ ലൈറ്റിംഗ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റിംഗ് തന്നെ വേണമെന്നില്ല. അതായത് ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് ബോക്സ്, അതുപോലെ റിംഗ് ലൈറ്റ്, ഇത് തന്നെ വേണമെന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള സൺലൈറ്റ് ആണെങ്കിലും മതി. അപ്പോൾ റിംഗ് ലൈറ്റ് പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ രാത്രിയും വീഡിയോ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ റിംഗ് ലൈറ്റ് എന്തായാലും നല്ലതായിരിക്കും. നമുക്കൊരു 6 മണി വരെയൊക്കെ എന്തായാലും സൺലൈറ്റ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് എന്തായാലും റിംഗ് ലൈറ്റിൻ്റെ ആവശ്യം വരും. റൂമിൻ്റെ ഉള്ളിലാണ്. പിന്നെ അതുപോലെ ചില റൂംസിൽ ചില പോയിന്റിൽ നമ്മൾ ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റിൽ ചിലപ്പോൾ നല്ല സൺലൈറ്റ് കിട്ടണമെന്നില്ല, നാച്ചുറൽ ലൈറ്റ് കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിംഗ് ലൈറ്റ് യൂസ് ചെയ്യാം. ഇപ്പം ഞാനാണെങ്കിൽ ലൈറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ജനലിൻ്റെ നേരെ ഫ്രണ്ടിൽ വന്നിരിക്കും. ഞാനിപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ ജനലിൻ്റെ നേരെ ഫ്രണ്ടിലൊരു ജനലാണ്. അപ്പോൾ ജനലിൻ്റെ നേരെ ഫ്രണ്ടിലിരിക്കുന്ന അങ്ങനെ ഒരു പൊസിഷനിലിരിക്കാം. ഞാൻ റിംഗ് ലൈറ്റ്, ഇതാണ് റിംഗ് ലൈറ്റ് ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഈ റിംഗ് ലൈറ്റ് ഇത് ഡിജിടെക്കിൻ്റെ റിംഗ് ലൈറ്റാണ്. ഞാൻ കുറേ ദിവസം ഇരുന്നിട്ട്, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരാഴ്ച ഞാൻ ഇത് തന്നെയായിരുന്നു. പല പോയിന്റിലും, റൂമിലെ പല പോയിന്റിലും ട്രൈപോഡ് വയ്ക്കും. എന്നിട്ട് ഞാൻ പല ആംഗിളിൽ നിന്നും എടുക്കും. എന്നിട്ട് നോക്കും ഏതാണ് റെഡി ആവുന്നില്ല എന്ന് കുറേ നോക്കുമായിരുന്നു. ഇടയ്ക്കൊക്കെ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നോക്കിയാണ് അവസാനം 1-2 പോയിന്റ്സ് എനിക്ക് കിട്ടി. ഓക്കെ, ഇന്ന സ്ഥലത്ത് ഇന്ന ആംഗിളിൽ വെച്ചാൽ എനിക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ കിട്ടിയതാണ് ഒരു പൊസിഷനാണ് അത്. നിങ്ങൾ ചിലപ്പോൾ എൻ്റെ ചില ലോങ് വീഡിയോസ്, ആദ്യത്തെ ലോങ് വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ എടുക്കാറുണ്ട്, ഇവിടുന്ന് റീൽസൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഇതേപോലെ റിംഗ് ലൈറ്റ് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ പെർട്ടിക്കുലർ ആംഗിളിൽ വെക്കുകയാണെങ്കിൽ, ഞാനൊരു പെർട്ടിക്കുലർ ആംഗിളിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എവിടെയാണോ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പെർട്ടിക്കുലർ റൂമിലാണ് വീഡിയോ എടുക്കാൻ നോക്കണമെങ്കിൽ ആ റൂമിൽ നിന്നുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾ തപ്പുക. ഓരോന്നിലും എവിടെയും ക്യാമറ വെച്ച്, ഓരോ സ്ഥലത്തും ഇങ്ങനെ ക്യാമറ വെച്ച് നിങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടും. ഏതാണെന്നുള്ളത് ഒരു ഐഡിയ വരും. അപ്പോൾ ഇതാണ് റിംഗ് ലൈറ്റ് വരുന്നത്. ഈ റിംഗ് ലൈറ്റിൽ ഇത് അവിടെ ഞാനൊരു ബൾബിൻ്റെ ഹോൾഡർ തൂക്കിയിട്ടുണ്ട്, അതിൻ്റെ ഒരു വയറുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട. അതിൻ്റെ കാര്യം ഞാൻ പറയാം. ബാക്കി ഇത്രയും കാര്യങ്ങളാണ് റിംഗ് ലൈറ്റിൽ വരുന്നത്. ഇതാണ് റിംഗ് ലൈറ്റിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് ഒന്നാമതേ കുറവാണ്. അപ്പോൾ ഞാൻ ഇത്ര ഹൈറ്റ് അല്ല, കുറച്ചുകൂടെ ഹൈറ്റ് പ്രതീക്ഷിച്ചിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ താഴെയുള്ള സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇതൊട്ടും സ്റ്റേബിളല്ല, ഇതിപ്പോൾ എങ്ങനെയോ ആണ് നിൽക്കുന്നത്, ഒട്ടും സ്റ്റേബിളല്ല. അപ്പോൾ ഞാൻ നോർമലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു റൂമിൽ തന്നെയുള്ളൊരു ബീൻ ബാഗ് എടുത്ത് അതിൻ്റെ മേളിൽ ഇങ്ങനെ വെക്കും. എന്നാലേ അത് സ്റ്റേബിളായിട്ട് നിൽക്കുള്ളൂ. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് രാത്രി ആയപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ആ ലൈറ്റ് ഒന്ന് കാണാൻ വേണ്ടി. മൾട്ടി കളറാണ്, RGB ലൈറ്റൊക്കെ ഉണ്ട്. അതും പല വേരിയേഷനിൽ ഇങ്ങനെ ലൈറ്റൊക്കെ വരും. പിന്നെ നോർമലായിട്ടുള്ള വൈറ്റ്, ഒരു ഓഫ് വൈറ്റ് പോലത്തുള്ളൊരു കളർ, ഒരു വാം ടോൺ ഓറഞ്ച്, എത്രയാണുള്ളത്. പിന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഒക്കെ ഞാൻ ജസ്റ്റ് ഒരു ഫെയറി ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ലിങ്ക് ഇല്ല കേട്ടോ, അത് ഞാൻ ഒരു സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ആവറേജ് അല്ല, എബവ് ആവറേജ് ആണ്. വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഭയങ്കരമായിട്ട് മുഖത്ത് അടിക്കുന്ന വെളിച്ചമൊന്നും കിട്ടില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാൻ എടുക്കുന്ന സമയത്ത്, ഞാൻ ഇവിടെ നിന്ന് ഈ കസേരയിട്ട് ഇവിടെ എടുക്കുന്ന സമയത്ത് ഞാൻ തൊട്ടടുത്താണ് വെക്കുന്നത്. തൊട്ടടുത്ത് ആണ് ഇത് വെക്കുന്നത്. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് അല്ല റിംഗ് ലൈറ്റ് വെക്കേണ്ടത്, നമ്മളെക്കാട്ടിയും കുറച്ച് ഹൈറ്റ് മേളിലും പിന്നെ അതുപോലെ ഒരു 45 ഡിഗ്രി ആംഗിളിലും വേണം വെക്കാനായിട്ട്. ഞാൻ ആ ഒരു ആംഗിളിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഒട്ടും ലൈറ്റ് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എന്താ ജസ്റ്റ് ഇവിടെ ഒരു ബൾബ് ഹോൾഡർ ഞാനിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, എനിക്ക് അമ്മ ചെയ്തു തന്നെയാണ്. അപ്പോൾ അത് ഇതിൽ ബൾബ് വെച്ചിട്ട് വയറും കൊടുത്തിട്ടുണ്ട്, അതെടുത്ത് കണക്ട് ചെയ്യും. ഞാനതിൽ യൂസ് ചെയ്യുന്ന ബൾബ് ഈ ബൾബാണ്. ഇത് വിപ്രോൻ്റെ 15 വാട്ടിൻ്റെ ബൾബാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവാണ്, ഒരു 800-850 ആ ഒരു റേഞ്ച് വരും. പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റിയാണ്, നല്ല വെളിച്ചമാണ്, നല്ല മുഖത്തടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇത് നമുക്ക് നല്ല വർത്തായിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു ബൾബ്. പിന്നെ കുറച്ചും കൂടി സ്പെൻഡ് ചെയ്യാനായിട്ട് റെഡിയാണെന്നുണ്ടെങ്കിൽ ഒരു 3000-ന് ഈ ഡിജിടെക്കിൻ്റെ തന്നെ കുറച്ചും കൂടെ ആ ലൈറ്റിന് കുറച്ചും കൂടെ വിട്ടുള്ള, അതുപോലെ ഹൈറ്റും കുറച്ചും കൂടെ ഉള്ള ഒരു റിംഗ് ലൈറ്റുണ്ട്. സെയിം ഡിജിടെക്കിൻ്റെ തന്നെ സെയിം റിംഗ് ലൈറ്റ് ഉണ്ട്. അത് ഒരു 3000-3500 ആവും. അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പോൾ ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. കാരണം ഈ
അടുത്ത് ക്ലോസപ്പ് ഒക്കെ വേണമല്ലോ, അപ്പോൾ നല്ല ലൈറ്റും വേണം. അപ്പോൾ അതെന്തായാലും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യം വാങ്ങിയ മൈക്ക് ഇതാണ്, K8ൻ്റെ ഒരു വയർലെസ് മൈക്രോഫോൺ. ഇതാണ് വാങ്ങിയത്. പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്നറിയില്ല, അൺഫോർച്ചുനേറ്റ്ലി ഇത് എൻ്റെ മൊബൈലിൽ വർക്കാവാത്തതാണോ അതോ ഇത് ഡാമേജ്ഡ് ആയിട്ടുള്ള പീസാണോ വന്നതൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാനിത് വന്നു കഴിഞ്ഞ് ഞാൻ അപ്പോൾ നോക്കിയതുമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിട്ടേൺ കൊടുക്കാനും പറ്റിയില്ല. എന്തോ ഇതെനിക്ക് വർക്കായില്ല, എനിക്കൊരു കരകരപ്പൊക്കെ തോന്നി. പിന്നെ അതിനെക്കാട്ടി നല്ലത് എനിക്ക് സാധാരണ ഫോണിൽ എടുക്കുന്നതാണെന്ന് തോന്നി. ഞാൻ പിന്നെ മൊബൈലിലും ഒക്കെ മാറ്റി വെച്ച് നോക്കി, എൻ്റെ വേറെ മൊബൈലിലും ഒക്കെ വെച്ച് നോക്കി, എല്ലാത്തിലും ഒരുപോലെയാണ് വന്നത്. അപ്പോൾ ചിലപ്പോൾ മൈക്കിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിയത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എവർ, ബോയയുടെ M1 മൈക്ക്. ഇതാ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മൈക്ക്. ഇവിടെ ഒരു സ്പോഞ്ച് ഉണ്ടായിരുന്നു, അത് കളഞ്ഞുപോയി. അപ്പോൾ ഈ മൈക്കാണ്. ഈ മൈക്ക് അടിപൊളി മൈക്ക്, ബിഗിനേഴ്സിന് അടിപൊളി മൈക്കാണ്. ഇതിൽ നല്ലൊരു മൈക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ആകെ ഉള്ളൊരു ഡ്രോബാക്ക് എന്ന് എനിക്ക് തോന്നിയത് ഇതിൻ്റെ വയറാണ്. ഇതിൻ്റെ ഈ നീളമായിട്ടുള്ള വയറാണ്. ഇതെപ്പോഴും കുരുങ്ങും. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഫാനൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ മൈക്കില്ല. ഞാൻ സംസാരിക്കുന്നത് ഫാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ മൈക്കില്ല. ഇപ്പോൾ ഞാൻ പുറത്തുനിന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ വണ്ടിയും വാഹനമൊക്കെ പോകുന്നുണ്ട്. ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്. മൈക്ക് വെക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇനി മൈക്ക് ഊരാം. ഇപ്പോൾ ഞാൻ മൈക്ക് ഊരി. ഇപ്പോൾ ഇങ്ങനെയാണ്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ലാസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ കുഞ്ഞു പ്രൊഡക്റ്റ്. ഇത് ബ്ലൂടൂത്ത് ക്ലിക്കറാണ്. ബ്ലൂടൂത്തുമായിട്ട് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്താൽ ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യും. സോറി ഗൈസ്, ഞാൻ ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോ ക്ലിക്കാവും. ഇത് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് തമ്പനെയിൽ എടുക്കാനാണ്. ഫോട്ടോസ് എടുക്കാനും യൂസ് ചെയ്യാറുണ്ട്. നമുക്കിപ്പോൾ ട്രൈപോഡ് ഉണ്ട്, നമുക്ക് വേറെ ആരും ഫോട്ടോ എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈപോഡ് ഒരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. എന്നിട്ട് ബ്ലൂടൂത്ത് ഇതിൽ കണക്റ്റഡ് ആണല്ലോ, ഇതിൽ ജസ്റ്റ് നമ്മളിത് കൈ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് എത്ര ഫോട്ടോസ് ആണെങ്കിലും കിട്ടും. എൻ്റെ തമ്പനെയിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇത് വെച്ചിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഞാൻ തമ്പനെയിൽ എടുക്കാൻ എപ്പോഴും മറക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം, മിക്കവാറുള്ള വീഡിയോസ് ഞാൻ വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുന്നതാണ് തമ്പനെയിൽ. ഞാൻ മറന്നുപോകും. പക്ഷേ ഞാൻ മറക്കാണ്ട് എടുക്കുന്നതിനൊക്കെ തമ്പനെയിൽ കുറച്ച് ക്ലാരിറ്റിയും ഉണ്ടാവും. അപ്പോൾ ഇന്നെന്തായാലും എടുക്കണം. അപ്പോൾ ഇത് അറൗണ്ട് ഒരു 120 ആമസോണിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസ്. പിന്നെ ഇതെല്ലാം വാങ്ങിക്കണോ ഒരു ബിഗിനർ യൂട്യൂബറിന് ചോദിച്ചാൽ നിങ്ങളിതെല്ലാം വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെല്ലെ മെല്ലെ എടുത്ത് തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക നിങ്ങൾ വീഡിയോസ്. നിങ്ങൾക്ക് ആവശ്യം കൂടുന്തോറും നിങ്ങൾ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഞാൻ പറയുള്ളൂ. ആദ്യമേ തന്നെ എല്ലാം വാങ്ങിക്കണം എന്നുള്ളത് പറയില്ല. പിന്നെ ടൂൾസും കാര്യങ്ങളൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ്, അതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് നിങ്ങളുടെ കണ്ടൻറ്റിന് തന്നെയാണ്. ഓഡിയൻസിനെ മാക്സിമം നിങ്ങൾ പിടിച്ചിരുത്തുക, ഓഡിയൻസിന് ആവശ്യമുള്ള കണ്ടൻറ്റ് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻസിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.